ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പുതിയതായിട്ട് വരുന്നത് ഒരു നല്ല അടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേ ഹോട്ടലിലെ ടേസ്റ്റാണ് ഏറ്റവും അടിപൊളി എന്നല്ലേ പറയുന്നത്. ഇത് ഹോട്ടലിനേക്കാളൊക്കെ വെല്ലുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹായ് അസ്സലാമലൈക്കും കൂട്ടുകാരെ. നമ്മൾ ഇന്ന് തനി നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം 2 കിലോ വരുന്ന ചിക്കനാണ് നമ്മളിപ്പോൾ നല്ല വൃത്തിയായി കഴുകി നുറുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: കുരുമുളക് 2 സ്പൂണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമ്മൾ പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. അതെല്ലാം കൂടെ ചെറിയ ജാറിൽ നല്ലതായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വേണ്ടത് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം, ഒരു ചെറുനാരങ്ങയുടെ നീരും വേണം. നമുക്കതെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർക്കാണ്. നാരങ്ങ പിഴിഞ്ഞേർക്കാൻ അതിൽ കുരു എടുത്ത് മാറ്റണം കേട്ടോ. കുരു ഇരുന്നാൽ കഴിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതായിട്ട് കഴുകി വെള്ളം പോയിട്ടാണ് വെച്ചേക്കുന്നത്. ചിക്കനിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ തന്നെ വരും. കുറച്ച് നേരം കൂടെ ആ വെള്ളം ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. വേറെ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിൽ ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ടേസ്റ്റ് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ 20 മിനിറ്റ് ആദ്യം അതെല്ലാം മസാലക്കൂട്ടൊക്കെ ചേർത്ത് വെച്ചിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പാണ്. അതിന് വേണ്ടത് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഇത് 1/2 സ്പൂൺ ചിക്കൻ മസാലയാണ്, കുറച്ച് കോൺഫ്ലോർ പൊടിയും 1 സ്പൂണ്, പിന്നെ ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഇത്രയും ഒരു ഏകദേശം ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കനിൽ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളം വന്നു. അതെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് ഓൺ ചെയ്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. നമുക്കിനി അത് വറുക്കാനായിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇടാം. അപ്പം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതിൽ നമ്മൾ നാരങ്ങാനീര് ചേർത്തേക്കണത്. നാരങ്ങാനീര് ചേർത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ആവും, പിന്നെ ഒരു ചെറിയൊരു പുളിപ്പും കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ചിക്കന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് നല്ല മൊരിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുക ഹെൽത്തിയാണ് കേട്ടോ. തോരന് അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ വേറൊരു സർവിങ് ബൗളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് വേവട്ടെ കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഹോട്ടൽ ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടലിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ചിക്കൻ കഴുകുക, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എങ്ങനെയായിരിക്കും കഴുകുക, അതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് നമ്മൾ ഹോട്ടലിനേക്കാളും അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, കാരണം 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് ചേർത്തേക്കണേന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ പറയുകയും ചെയ്യണം കേട്ടോ കമൻറ്റിൽ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ പറയണം, ഞാൻ അതിൽ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയണം. അപ്പോൾ ഇത് നമുക്ക് വേവട്ടെ കേട്ടോ, നോക്കാവേ എങ്ങനെയാവും നമുക്കൊന്ന് നോക്കാം. നമ്മൾ അത് ഒന്ന് ഒരു വശം നല്ല ഫ്രൈ ആയി, നമ്മളൊന്ന് മറിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ കോൺഫ്ലവർ ഇട്ടേക്കണം കാരണം പിന്നെ കാശ്മീരി റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്, അത് കാരണം നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ നല്ല കളർ ആവണുണ്ട്. ഇത് ഒരു വശം വെന്തിട്ടുള്ളൂ, ബാക്കി വശം കൂടെ വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാവേ. ഇപ്പോൾ കുറേ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരുമാതിരി എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഇതേ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കോരി എടുത്തു. അടുത്തത് നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ കോരി വെച്ചേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ആ തരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും നല്ലൊരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ക്യാപ്സിക്കം ഇല്ലേ, അതും ഞാൻ അതിൽ 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഇടാണ്. എന്നിട്ട് ഒരു 1-2 തണ്ട് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതെല്ലാം ഇട്ടു. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു ഇതായി. അത് നോക്കിക്കോ. ഇത് മറ്റേ ഈ കോൺഫ്ലവറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അധികം എണ്ണ കുടിക്കില്ല കേട്ടോ. അതിൻ്റെ എണ്ണ നമ്മൾ ഒഴിച്ചൊക്കെ തന്നെ ഏകദേശം 3/4 ഭാഗവും അങ്ങനെ തന്നെ ഉണ്ട്. അധികം എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, മുട്ടയൊക്കെ ഉള്ളതുകൊണ്ടിട്ട്. പിന്നെ മസാലകൾ അതിനകത്തുനിന്ന് അടർന്നു പോയിട്ടൊന്നുമില്ല, എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയുണ്ട്. കണ്ടോ, ചിക്കനിൽ നോക്കിക്കേ, കണ്ടോ ആ ഗ്രേവി നമ്മൾ ചേർത്തത് അങ്ങനെ തന്നെ ഉണ്ട്, അതിൽ നിന്ന് മാറിപ്പോയിട്ടൊന്നുമില്ല. ഓരോ പീസിലും കണ്ടോ ഉടഞ്ഞു പോയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. ആ നമ്മളിപ്പോൾ ഇട്ട ക്യാപ്സിക്കമും ഗ്രീൻ ചില്ലിയൊക്കെ ഇല്ലേ, അത് അപ്പോൾ കറി ലീവ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആവട്ടെ. അപ്പോൾ നമുക്ക് എടുക്കാം അല്ലേ. കണ്ടോ, ചിക്കൻ ഫ്രൈക്ക് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ. നമ്മൾ എന്നതാ ഉണ്ടാക്കണത്? ചിക്കൻ എന്ത് ചെയ്യാണ്? ടേസ്റ്റിലോ? ദേ എങ്ങനെയാണ്? സൂപ്പറാണോ? എന്നാ പറഞ്ഞേന്ന്. അപ്പം നമ്മളിത് വറുത്ത് കോരി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു ഐറ്റമായിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും കാണണം കേട്ടോ, മിസ് ചെയ്യാതെ കാണണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ അല്ലേ? ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞേ. അപ്പം അസ്സലാമു അലൈക്കും, ബൈ.